പിലിക്കോട് കൊടക്കാട് കുഞ്ഞിപ്പാറ ഗവൺമെന്റ് വെൽഫെയർ യു.പി. സ്കൂളിന് പുതിയ കെട്ടിടം ഒരുങ്ങി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. 1,30,00,000 രൂപ ചെലവിലാണ് സ്കൂളിനായി പുതിയ കെട്ടിടം പണിതീർത്തത്. This news sponsored by ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. നവകേരളം കർമ്മ പദ്ധതി, വിദ്യാകിരണ മിഷൻ, കിഫ്ബി എന്നിവയിൽ ഉൾപ്പെടുത്തി 1,30,00,000 രൂപ ചെലവിലാണ് കൊടക്കാട് കുഞ്ഞിപ്പാറ ഗവൺമെന്റ് വെൽഫെയർ യു.പി. സ്കൂളിന് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി ഒ.ആർ. കേളു കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. നവകേരള മിഷന്റെ ഭാഗമായിട്ടാണ് നമ്മളെ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖല നമ്മൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നവകേരള മിഷനിൽ പദ്ധതി ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കാലഘട്ടത്തിനനുസരിച്ച് കേരളത്തെ മുന്നോട്ട് നയിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പദ്ധതിയും കാഴ്ചപ്പാടും ആവിഷ്കരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൂടി ഇതിനോടൊപ്പം നമുക്ക് മനസ്സിലാക്കി പോകാൻ വേണ്ടി സാധിക്കണം. മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഞാൻ പറഞ്ഞു. ഇപ്പോൾ ആരോഗ്യത്തിൻ്റെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളത്തിലെ ഒരു മനുഷ്യൻ്റെ ആയുസ് എത്രയാണ്? ഇപ്പോൾ ശരാശരി കേരളത്തിൻ്റെ കണക്കനുസരിച്ച് 72 വയസ്സ് അല്ലെങ്കിൽ മാക്സിമം 75 വയസ്സ്. അതാണ് കേരളത്തിൻ്റെ ഒരാളുടെ ആയുസ്സിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ 100 കഴിഞ്ഞ് 105 കഴിഞ്ഞ് 110 വരെ കേരളത്തിൻ്റെ ആൾക്കാരുടെ ആയുസ് നീളുകയാണ്. ചടങ്ങിൽ മണ്ഡലം എം.എൽ.എ. എം. രാജഗോപാലൻ അധ്യക്ഷനായി. കില ചീഫ് മാനേജർ കെ.സി. സുബ്രഹ്മണ്യൻ പദ്ധതി വിശദീകരണം നടത്തി. എൻ. ഷൈനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. വയനാട് ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി സ്കൂൾ വിദ്യാർത്ഥികൾ സമാഹരിച്ച തുക ചടങ്ങിൽ വെച്ച് വിദ്യാർത്ഥിയായ ജസിൻ മന്ത്രിക്ക് കൈമാറി. 2023-24 വർഷത്തെ LSS, USS സംസ്കൃതം സ്കോളർഷിപ്പ് വിജയികളെയും അക്ഷരമുറ്റം ക്യൂസ് വിജയി പി ജസിനെയും അനുമോദിച്ചു. 1ാം ക്ലാസ്സുകാർക്കുള്ള ഹോം ലൈബ്രറിയുടെ വിതരണവും നടന്നു. പിലിക്കോട് പഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ പി പ്രമീള, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി.വി. മധുസൂദനൻ, ജില്ലാ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ. രഘുരാമ ഭട്ട്, SSK DPC VS ബിജുരാജ്, വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ എം. സുനിൽകുമാർ, ചെറുവത്തൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ രമേശൻ പുന്നത്തിരിയൻ, കൈറ്റ് ജില്ലാ കോർഡിനേറ്റർ റോജി ജോസഫ്, സ്കൂൾ PTA പ്രസിഡന്റ് എം. സുരേഷ് കുമാർ, SMC ചെയർമാൻ പി. ദിലീപ് കുമാർ, സീനിയർ അസിസ്റ്റന്റ് കെ. രാധാമണി തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P.K. ലക്ഷ്മി സ്വാഗതവും സ്കൂൾ പ്രധാനാധ്യാപകൻ N.K. ജയദീപ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.